He can breathe a sigh of relief, and there's disbelief. 18 years it's taken. 18 വർഷം, നീണ്ട 18 വർഷത്തിൻ്റെ കണ്ണീരും കിനാവും കലർന്ന പോരാട്ടത്തിൻ്റെ, പ്രതീക്ഷയുടെ, ഹൃദയവേദനയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അയാൾക്ക് ഈ കിരീടം. ഇന്നോളം ലോക ക്രിക്കറ്റിൻ്റെ കിരീടവും ചെങ്കോലും അണിഞ്ഞ രാജാവിന് IPL കിരീടം 3 വട്ടം കയ്യെത്തും ദൂരത്ത് വീണുടഞ്ഞപ്പോൾ ആ കിരീടധാരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത് നീണ്ട 18 വർഷങ്ങളാണ്. മഞ്ഞും മഴയും വെയിലും എത്രയോ പൊഴിഞ്ഞു വീണെങ്കിലും RCB എന്ന ടീമിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാരണമായത്, പ്രേരിപ്പിച്ചത് ആരൊറ്റ പേര് തന്നെ, അതെ, വിരാട് കോഹ്ലി. IPL എന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ രാജാവായ അയാളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഇനിയും ആ കിരീടത്തിന് കഴിയുകയില്ലല്ലോ. 22-ാമത്തെ വയസ്സിൽ ലോകകപ്പും 24-ാമത്തെ വയസ്സിൽ ചാമ്പ്യൻസ് ട്രോഫിയും ഉയർത്താൻ ഭാഗ്യം ലഭിച്ച അയാളിൽ നിന്നും IPL കിരീടം പലവട്ടം തെന്നിമാറിയപ്പോഴും കാലത്തിൻ്റെ കാവ്യനിധി പോലെ അയാളുടെ ജേഴ്സി നമ്പർ 18 എന്ന പോലെ നീണ്ട 18 വർഷത്തിന് ശേഷം അയാൾ ആ കിരീടത്തിൽ ചുംബിക്കുമ്പോൾ അഹമ്മദാബാദിലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ കൺചിമ്മുന്നുണ്ടായിരുന്നു. ആകാശത്തിന് കീഴിൽ കോടിക്കണക്കിനായ അയാളുടെ ലോയൽ ഫാൻസ് കണ്ണീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ മണ്ണിൽ പതിക്കുന്നുണ്ടായിരുന്നു. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ, ഏറ്റവും അധികം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയ ബാറ്റർ, ഒരു സീസണിൽ ഏറ്റവും അധികം റൺസ് കണ്ടെത്തിയ ബാറ്റർ, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ, ഏറ്റവും അധികം ക്യാച്ചുകൾ കൈപ്പിടിയിൽ ഒതുക്കിയ ഫീൽഡർ, എല്ലാ സീസണും ഒരു ടീമിന് വേണ്ടി മാത്രം പേട് കെട്ടിയിറങ്ങിയ ഒരേ ഒരു കളിക്കാരൻ, ഇങ്ങനെയൊരു ടൂർണമെൻറ്റിൽ സാധ്യമായ എല്ലാ റെക്കോർഡുകളും കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു മനുഷ്യൻ. എന്നിട്ടും എക്കാലത്തെയും ഇതിഹാസത്തിന് തൻ്റെ പരിപൂർണതയെ പ്രാപിക്കുവാൻ ഒരു IPL കിരീടം വേണമെന്ന് വിമർശകർ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. ആ ടൂർണമെൻറ്റിൽ ഒരു കപ്പ് പോലും ഇന്നേ വരെ എടുത്തിട്ടില്ല എന്നത് ആ ടൂർണമെൻറ്റിന് തന്നെ അപമാനമായിരുന്നില്ലേ? ആ അപമാനം ഇന്ന് തിരുത്തപ്പെടുകയാണ്. IPL ട്രോഫി ഒടുവിൽ കിങ് കോഹ്ലിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയാണ്. പോരാട്ടങ്ങളേറെ കണ്ട ചക്രവർത്തിക്ക് ഇന്ന് പട്ടാഭിഷേകമാണ്. വിരാട് കോഹ്ലി എന്ന എക്കാലത്തെയും ഇതിഹാസത്തിന് അതിൻ്റെ പരിപൂർണതയെ പ്രാപിക്കുവാൻ ഒരു IPL കിരീടം ആവശ്യമുണ്ടായിരുന്നേയില്ല. പക്ഷേ അയാൾ ക്രിക്കറ്റ് കളിയുടെ രാജാവായി പൂർണ്ണതയെ പ്രാപിച്ചെന്ന് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ ആർത്തു വിളിക്കുവാൻ ഈ IPL കിരീടം ആവശ്യമായിരുന്നു. ഇനി അയാൾക്ക് മുന്നിൽ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങൾക്കായി വാക്കുകളെ തേടേണ്ടതില്ല, വിമർശകരോട് മറുപടി പറയേണ്ടതില്ല. ശിശിരങ്ങളിലേക്ക് ആണ്ടുപോയ 18 വർഷങ്ങളിലെ വേദന ഇനി അയാളെ ഒരിക്കലും പിന്തുടരുകയില്ല. ആ ശാപമോക്ഷത്തിൻ്റെ ആവർത്തനത്തിൻ്റെ സന്തോഷപ്പെരുമഴയിൽ അയാൾ നനഞ്ഞു കുളിക്കുകയാണ്, അലിഞ്ഞു ചേരുകയാണ്. ലോകത്തിന് മുന്നിൽ വാഴ്ത്തപ്പെടുന്ന വിരാടസത്തിൽ അതെല്ലാം എരിഞ്ഞു തീരുകയാണ്. തന്നെ വിശ്വസിച്ച ജനതയ്ക്ക് വേണ്ടി, ക്ലബിനു വേണ്ടി, ബാഡ്ജിനു വേണ്ടി അയാൾ ആ കഥയിലെ പരിപൂർണനാകുന്നു. അയാൾ ഈ ലോകത്തിൻ്റെ ഒരേ ഒരു രാജാവാകുന്നു. ദ നെയിം കിങ് വിരാട് കോഹ്ലി. Etched in the memories of every RCB fan, every RCB player. 18 long years it took, and they've been absolutely unconditional in their support for this team. They've taken on everybody head on. If there's been ever any critic of RCB, such has been the support. And you can see how pumped they are. Kunal Pandya was a special effort. 2 for 17 of 4. He's got 4 titles. Bhuvaneshwar Kumar, Virat Kohli, AB de Villiers, everyone who's been part of this journey, the support staff. What about that man? First time captain. And what a year he has had to remember. He certainly has, and he took the captaincy like fish to water.